അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40കൾക്ക് ശേഷമുള്ള നിങ്ങളുടെ സ്കിന്നിനെ നല്ല ടൈറ്റൻ ആക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കുവാനും യൂത്ത്ഫുൾ ആക്കുവാനുമായിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. പ്രായമാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു 40കൾക്ക് ശേഷം സ്കിൻ വളരെ ഡ്രൈ ആയി തുടങ്ങും, സ്കിൻ പതിയെ ഡള്ളായി തുടങ്ങും, സ്കിന്നിൻ്റെ ടൈറ്റ്നെസ് കുറഞ്ഞിട്ട് സ്കിന്ന് ലൂസായി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രായമാവുന്നതിനനുസരിച്ച് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 25 വയസ്സിന് ശേഷം മുതൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു 45-50 ഒക്കെ ആകുമ്പോഴത്തേനും സ്കിന്നൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നതായിരിക്കും. നല്ല റിസൾട്ട് കിട്ടുന്ന എസ്പെഷ്യലി മെച്യൂർഡ് സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു പംകിനാണ്, ഒരു മത്തങ്ങയാണ്. ഒരു മെച്യൂർഡ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മത്തങ്ങ എന്ന് പറയുന്നത്. നമുക്കറിയാം പംകിൻ സീഡ് എന്നൊക്കെ പറയുന്നത് വളരെയധികം നല്ലതാണ് സ്കിന്നിന്. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കൊളാജിൻ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട്. നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിനും അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സ്കിന്നിനെ ഡ്രൈ ആക്കുന്നത് തടയുകയും നമ്മുടെ സ്കിന്നിനെ വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് സിങ്ക്, ഫാറ്റി ആസിഡ്സ്, ഫ്രൂട്ട് എൻസൈംസ് ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതെന്നൊക്കെ പറയുന്നത് സ്കിൻ ഗ്ലോ ആകാനും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. നമുക്കറിയാം മുട്ട ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുവാനും പോർസ് റെഡ്യൂസ് ചെയ്യുവാനും ഒരു മെച്യൂർഡ് സ്കിന്നിനുണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ഈ മുട്ടയുടെ വെള്ള വളരെയധികം നല്ലതാണ്. അപ്പം നമുക്ക് രണ്ടാമതായിട്ട് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ളയാണ്. മൂന്നാമതായി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് തേനാണ്. തേനെക്കുറിച്ച് ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുള്ളതാണ്. നാച്ചുറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് തേനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് മത്തങ്ങ, രണ്ടാമത്തേത് മുട്ടയുടെ വെള്ള, മൂന്നാമത്തേത് തേനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു പീസ് മത്തങ്ങ എടുക്കുക, ചെറിയൊരു പീസ് മതിയാകും. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കുക. അതിൻ്റെ സ്കിന്ന് നിങ്ങൾ കളയേണ്ടതില്ല. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ ആവശ്യമായ അത്രയും വെള്ളം മതിയാകും വെച്ച് നിങ്ങൾ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നിങ്ങളതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കുറച്ച് നിങ്ങളൊന്ന് സ്പൂൺ വെച്ച് കുറച്ച് കഴിയുമ്പോൾ സ്പൂൺ വെച്ചൊന്ന് നോക്കുക, അത് വെന്തോന്ന് നോക്കുക. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കുക. അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ മുട്ടയുടെ ഒരു വെള്ള അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ തേൻ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ഫേസിൽ നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ പയറുപൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിരിക്കണം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. എന്നിട്ട് ഇത് നിങ്ങളുടെ ഫേസ് മാത്രമല്ല നെക്കിലും ഇത് അപ്ലൈ ചെയ്യുക. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് ഡ്രൈ ആകും. നന്നായി ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അത് റിങ്കിൾസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ട് അത് ഡ്രൈ ആയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ റിങ്കിൾസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങളങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഈ അരമണിക്കൂർ ഇത് നല്ല പോലെ ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. ഭയങ്കരമായിട്ടുള്ളൊരു റിസൾട്ട് തരുന്ന വളരെ നല്ല ഒരു ഫേസ് പാക്കാണിത്. മെച്യൂർഡ് സ്കിന്നിന് പ്രത്യേകിച്ച് 40കൾക്ക് ശേഷമുള്ള ആളുകൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി തന്നെ നിങ്ങളിത് യൂസ് ചെയ്യണം. ഒരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവുകയില്ല. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.